യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാസംഘം നടത്തിയിട്ടുള്ള തേർവാഴ്ചയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തിയത്. ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തുക മാത്രമല്ല, കല്ലേറ് നടത്തി മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് ഭീതിയുണ്ടാക്കാം, പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് അവിടെയാകെ അന്തരീക്ഷത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ആസൂത്രിതമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെൻറ്ററിൽ അടിഞ്ഞാട്ടം നടത്തിയത്. ചൂളിയാട് നിന്ന് മലപ്പട്ടം സെൻറ്ററിലേക്കാണ് അവർ മാർച്ച് വെച്ചത്. ഏതാണ്ട് 3-4 കിലോമീറ്റർ ചൂളിയാട് നിന്ന് മലപ്പട്ടത്തേക്ക് 3-4 കിലോമീറ്റർ ദൂരമുണ്ട്. മലപ്പട്ടം എത്തുന്നത് വരെ യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും, എല്ലാ പ്രദേശവും CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ ജാഥ പോകുന്നതിന് ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ജാഥ നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി. ചൂളിയാട് നിന്ന് പ്രകടനം ആരംഭിച്ചു. പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കേട്ടല്ലോ? ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ. ഇതുവരെ പറഞ്ഞ് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. എരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക. എന്നിട്ട് പറയുന്നത് എവിടെ വെച്ചാ? മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ധീരജിൻ്റെ നാട്ടിൽ നിന്ന് അധിക ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം. ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല KPCCയുടെ മുൻ അധ്യക്ഷനും DCCയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും. അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക. എന്നിട്ട് ചൂളിയാടുന്ന് പ്രകടനം ആരംഭിച്ച് മലപ്പട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക, കുപ്പിയെറിയുക, കല്ലെറിയുക. അവിടെയല്ലേ തുടങ്ങിയ സംഘർഷം. എന്നിട്ട് ബോധപൂർവ സംഘർഷം ഉണ്ടാക്കുക. എന്നിട്ട് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ ആക്രമിച്ചു എന്നുള്ള ഒരു ചിത്രമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. യഥാർത്ഥത്തിൽ CPIMൻ്റെ നേതാക്കളായിട്ടുള്ള TK ഗോവിന്ദമാഷും PV ഗോപിനാഥും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പോയിട്ട് പ്രവർത്തകരെ
ആ നാട്ടുകാരെ സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയ സംഭവം അവിടെ ഉണ്ടാകുമായിരുന്നു. പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആസൂത്രിതമായിട്ടുള്ള നീക്കമല്ലേ അവിടെ നടത്തിയത്? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നേതൃത്വം ചെയ്യേണ്ട പണിയാണ് CPM നേതൃത്വം അവിടെ ചെയ്തത്. എന്നാൽ DCCയുടെ പ്രസിഡന്റ് ചെയ്തതെന്താ? KPCC യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ചെയ്തതെന്താ? പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും 2 തല്ല് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ തല്ല് വാങ്ങി ഹീറോ ആവുക എന്നുള്ളതാണ്. ആ ഹീറോയിസത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ അടവെന്താണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആസൂത്രിതമായി അക്രമം നടത്തി, പ്രകോപനമുണ്ടാക്കി, അക്രമം നടത്തി മലപ്പട്ടം പോലുള്ളൊരു പ്രദേശം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിത്രമുണ്ടാക്കുക. അതുവഴി CPIM താറടിച്ച് കാണിക്കുക, അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക. അതിനുവേണ്ടിയല്ലേ ഈ പ്രചരണം നടത്തിയത്.